blood of Jesus Christ. യേശുവിൻ്റെ രക്തം കരുണയ്ക്കായിട്ട് യാചിക്കുന്നു. കഴിഞ്ഞ ദിവസം ദ ബ്ലഡ്, ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് എടുത്തത്. ലേവ്യ പുസ്തകം 17:14, 17:11 തൊട്ടുള്ള വാക്യമാണ് എടുത്ത് പറഞ്ഞത്. നമുക്കൊന്ന് മനസ്സിലാക്കി തന്നത് മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ രക്തത്തിലാണ്. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തത്തിലാണ്. അപ്പം നമുക്ക് പ്രായശ്ചിത്തത്തിനായിട്ട്, അതായത് യാഗത്തിനായിട്ട് തന്നിരിക്കുന്ന ഒരു വസ്തുവാണ് രക്തം. ബ്ലഡ് കവനൻ്റ് എന്ന് പറയും. ഈ പഴയ കാലങ്ങളിലൊക്കെ ഈ ദൈവത്തെ അറിയാത്തവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി എടുക്കും. പല സാധനങ്ങൾ കൈമാറിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് എടുത്തിട്ട് അങ്ങനെ ഉടമ്പടി എടുക്കും. ഉപ്പ് കൊടുത്തിട്ട് നമ്മൾ ഉടമ്പടി എടുക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉടമ്പടി എടുക്കുമ്പോൾ രക്തം ചൊരിഞ്ഞിട്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി ഉറപ്പിക്കുന്നത്. രക്തം കൊണ്ടൊരു ഉടമ്പടി എടുത്താൽ അത് ഒരിക്കലും മാറ്റാൻ സാധിക്കത്തില്ല. അത് അവരെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരാളുടെ റിസ്റ്റിൻ്റെ ഇവിടെയുള്ള ഈ നരമ്പ് മുറിക്കും, മറ്റേ ആളുടേത് മുറിച്ചിട്ട് രണ്ടുപേരുടെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്നിച്ച് ബന്ധിക്കും. ആ രക്തം ഒന്നായി എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇനി മേലിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മുറിക്കാൻ സാധിക്കത്തില്ല. അത്ര പ്രാധാന്യം പഴയ കാലങ്ങളിലുള്ള ആളുകൾ, അവർ ദൈവത്തെ അറിഞ്ഞിട്ട് പോലുമില്ല, അങ്ങനെയുള്ളവർ അത് ചെയ്തിരുന്നു. കാരണം അവർക്ക് രക്തത്തിനാണ് ജീവനെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഏത് ജാതിയിൽപ്പെട്ടവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി അവർ യാഗം കഴിക്കാറുണ്ട്. യാഗം കഴിക്കുമ്പോൾ നമ്മൾ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം ഈ ചില അമ്പലങ്ങളുടെ മുമ്പിലായിട്ട് കോഴിയെ കൊണ്ട് ഇറക്കി വെക്കും, അല്ലെങ്കിൽ ആടിനെ ഇറക്കും. ഇപ്പോൾ അത്രയും ഇല്ല, എന്നാലും ചെയ്യുന്നുണ്ട്. എന്നാലത് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും. അപ്പം യാഗം ചെയ്യുമ്പം അതിൻ്റെ രക്തത്തിനാണ് പ്രാധാന്യമെന്ന് അവർക്കറിയാമായിരുന്നു. നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം പറയുന്നത്, കർത്താവ് ഏകയാഗമായിട്ട് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു. അത് ക്രൂശിന്മേൽ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രക്തത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ബുക്ക് എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യമാണ് ഇന്ന് എടുക്കുന്നത്. ഹീബ്രൂസ് 12:22 തൊട്ട് 24 വരെ. ഞാൻ പറഞ്ഞല്ലോ, ജീവൻ്റെ ആധാരമാണ് നമ്മളീ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആധാരം എടുത്ത് വായിക്കാൻ തുടങ്ങണം, അല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ആധാരം അറിയത്തില്ല എന്ന് പറയാനും ഒക്കത്തില്ല. കാരണം ദൈവം പറയുന്നു, എൻ്റെ ജനം നശിക്കുന്നത് അറിവില്ലായ്മ മൂലമാണ്. മൈ പീപ്പിൾ പെറിഷ് ഫോർ ലാക്ക് ഓഫ് നോളജ്. അറിവില്ലായ്മയാൽ എൻ്റെ ജനത നശിക്കുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളോട് പറയത്തില്ലേ, മക്കളെ അത് ചെയ്യണം ഇത് ചെയ്യണം. അവർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പറയും, അവർ പോയി കുഴി ചെന്ന് വീഴും. അപ്പോൾ നമ്മൾ അമ്മമാരാദ്യം പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ അത് ചെയ്യരുത്, നീ എന്തിനാ അത് ചെയ്ത്. നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കും, പ്രായമുള്ളവരോടും പറയും. പ്രായമുള്ളവരത് സ്വീകരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമേ പറയും, ഞാനത് പറഞ്ഞില്ലേ. അത് തന്നെയാണ് ദൈവവും പറയുന്നത്. ദൈവം ഈ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ജീവിക്കാൻ, നല്ല അനുഗ്രഹ ജീവിതം ജീവിക്കാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ അവൻ തന്നിരിക്കുന്ന നമ്മളോടുള്ള വിളി, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ അസൈൻമെൻ്റ് ഉള്ള ഒരു വിളിയുണ്ട്, അതിനനുസരിച്ച് ജീവിക്കാൻ. അതിന് വലിയ കഴിവൊന്നുമല്ല. ഓരോ വ്യക്തിക്കും ഓരോ ജോലി ഏൽപ്പിച്ചാണ് ദൈവം വിട്ടിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ എബ്രായ ലേഖനം 12:22 തൊട്ടുള്ള വാക്യമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലേക്ക് എത്രയേ നാം വന്നിരിക്കുന്നത്. ദൈവം പറയുന്നത് ഈ ഒരൊറ്റ 22 തൊട്ട് 24 ഒരു ചെറിയൊരു സമ്മറി, അതായത് വിശുദ്ധ രക്തം എന്താണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു വാക്യം, പുതുനിയമത്തിൻ്റെ ഒരു പുതിയ നിയമം ഞാൻ തരികയാണ്. നമുക്കിപ്പോൾ ഒരു ബുക്ക് തന്നേച്ചാൽ അത് കഴിഞ്ഞ ബുക്കാണ്, അത് കാലഹരണപ്പെട്ടു, അതിന് പകരം ഞാൻ നിനക്കിതാ പുതിയൊരു ബുക്ക് തരുന്നെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പം പഴയതിങ്ങ് വാങ്ങിച്ചിട്ട് പുതിയത് എടുക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ നിയമമാണെന്നാണ് നമ്മൾ. പുതിയ നിയമം പറയുമ്പം ഇറ്റ്സ് എ കവനൻ്റ് ആണ്. ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടിയാണ്. പല ഉടമ്പടികൾ, ആദമിക് കവനൻ്റ് ഉണ്ട്, എബ്രഹാമിക് കവനൻ്റ് ഉണ്ട്, മൊസൈക് കവനൻ്റ് ഉണ്ട്. പഴയ നിയമത്തിൽ പല കവനൻ്റുകൾ അല്ലെങ്കിൽ ഉടമ്പടികളുണ്ട്. അതെല്ലാം അങ്ങോട്ട് പുറകോട്ട് നീക്കി വെച്ചേച്ച് പുതിയ നിയമത്തിൻ്റെ കവനൻ്റ് പൂർത്തീകരിച്ച് തന്നത് യേശു ക്രിസ്തുവിലാണ്. അതൊരു പുതിയ ആധാരം, പുതിയൊരു തുടക്കമാണ്. ആ തുടക്കത്തിൻ്റെ കാര്യം പറയുമ്പം
നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലേക്ക് എത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായ രക്തം, യേശുവിൻ്റെ രക്തം? ഹാബേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദത്തിനും ഹവ്വായ്ക്കും 2 മക്കളാണ് നമ്മൾ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നത്, കയീൻ ആൻഡ് ഹാബേൽ. അവരോട് ആദം ജീവിച്ചിരിക്കുന്ന കാലത്ത് പലപ്രാവശ്യം പറഞ്ഞു കാണും, രക്തം കൊണ്ടാണ് ദൈവസന്നിധിയിൽ ചെന്ന് യാഗം അർപ്പിക്കേണ്ടത്, രക്തത്തിലല്ലോ ജീവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ആദം തന്നെ മക്കളോട് പഠിപ്പിച്ചിട്ട് കണ്ടായിരിക്കണം. എന്താന്നേലും അവർ 2 പേരും 2 വസ്തുക്കൾ കൊണ്ട് ദൈവസന്നിധിയിൽ യാഗം കഴിപ്പിക്കുകയാണ്. ഒരാൾ കയീൻ കൊണ്ടുവരുന്നത് കൃഷി സാധനങ്ങൾ, കൃഷി കൊണ്ടുള്ള ഫലങ്ങൾ കിട്ടിയതാണ് കൊണ്ടുവരുന്നത്. ഹാബേൽ കൊണ്ടുവരുന്നത് ഒരു നല്ല തടിച്ച കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അതിനെ അറുക്കുന്നു. അപ്പം ദൈവത്തിന് ഹാബേലിൻ്റെ ബലിയിൽ പ്രീതി ഉണ്ടായിട്ട് പ്രസാദിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം കയീന് ജലസി ഉണ്ടായി. ഈ ആത്മീയ ജലസി, ആത്മീകമായ അസൂയ വളരെ പാപം ചെയ്യുന്നതാണ്. അത് കൊല്ലുന്നതിന് തൊട്ട് മുൻപിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കയീൻ ഹാബേലിനോട് ദേഷ്യം വന്നിട്ട് കയീൻ ഹാബേലിനെ ഒരു വയലിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് ഒറ്റയടി അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം കയീനെ വിളിച്ച് ചോദിക്കുന്നു, കയീൻ നിൻ്റെ സഹോദരൻ ഹാബേൽ എവിടെയെന്ന്. എനിക്കവനെ അറിയത്തില്ല, ഞാൻ അവൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതോടുകൂടി കയീൻ ശാപം വാങ്ങിക്കുന്നു. എങ്കിലും ദൈവം കരുണ തോന്നിയിട്ട് ഒരു മാർക്കിട്ടിട്ട് അവനെ ആരും ഉപദ്രവിക്കാത്ത വിധത്തിൽ അവനെ അലഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വിടുക ചെയ്യുന്നു. അപ്പം ഒരു സ്ഥിരതയില്ലാത്ത ജീവിതം, നമ്മൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുക, ഒരു സ്ഥിരതയില്ലാത്ത ജീവിതമാണ് കയീന് പിന്നുണ്ടായത്. എന്നാൽ ഹാബേലിൻ്റെ രക്തം ഇന്നും ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുന്ന രക്തത്തിന് അതിനൊരു വിലയുണ്ട് പഴയ നിയമത്തിൽ. അതറിഞ്ഞിട്ട് ദൈവം ചോദ്യം ചോദിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, അതിനെക്കാട്ടിലും എത്രയോ വിശിഷ്ടമാണ് സ്വന്തം പുത്രനായ യേശുവിൻ്റെ രക്തം. അതിൽ കൂടുതൽ ദിസ് ഈസ് ദ ലാസ്റ്റ് ട്രംപ് കാർഡ് ദാറ്റ് വി ക്യാൻ യൂസ് ഫോർ എനി ഓഫ് അവർ പ്രോബ്ലംസ്. അതായത് നമുക്കൊന്നും സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം, വിശുദ്ധ രക്തം കൈക്ക് പിടിച്ചുകൊണ്ട്, നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലോട്ട് കടന്നു ചെല്ലണം. അതിൽ കൂടി ഒരു ബലിയില്ല, അതിൽ കൂടിയായിട്ടൊരു യാഗമില്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അറിയാതെ ദൈവത്തെ കമന്ന് കിടന്ന് സ്തുതിക്കാൻ തുടങ്ങും. ആ വാക്യത്തിനകത്ത് പല അർത്ഥങ്ങളാണ്. എബ്രായ ലേഖനത്തിൻ്റെ 12:22 പിന്നെയോ എങ്ങോട്ടാണ് നമ്മൾ ചെല്ലുന്നത്? സിയോൻ്റെ മക്കൾ, സിയോൻ പർവ്വതം. സിയോൻ പർവ്വതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പർവ്വതമാണ്. അത് യെരുശലേമിലാണ്. ആ പർവ്വതം മലകളാൽ, സിയോൻ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവം വസിക്കുന്ന മലയുടെ മുകളിലാണ്. ഈ സിയോൻ്റെ മക്കളായിട്ടാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സിയോൻ്റെ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ, അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം യെരുശലേമാണ്, സ്വർഗീയ യെരുശലേം. ഭൂമിയിലെ യെരുശലേമിനെ കുറിച്ച് അല്ല പറയുന്നത്. സ്വർഗത്തിൽ നമുക്കൊരു യെരുശലേമുണ്ട്. സ്വർഗത്തിലെ ഒരു റെപ്ലിക്കേഷൻ എവിടെയെങ്കിലും കാണിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ മധ്യത്തിൽ, 1ഉം 2ഉമല്ല, 10,000 ലക്ഷക്കണക്കിന് ദൂതന്മാർ നിൽക്കുന്ന ഒരു സംഘത്തിൻ്റെ നടുക്കോട്ടാണ് നമ്മൾ ഈ രക്തവും പിടിച്ചുകൊണ്ട് കയറി ചെല്ലുന്നത്. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരായ സഭയ്ക്കും, സഭയിൽ, അതായത് ദൈവസഭയിലേക്ക് ചേർന്ന് കഴിയുമ്പം നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. നമ്മളെ മെയിൻലൈൻ ചർച്ചസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ബാപ്റ്റിസം ടൈമിൽ അവരവരുടെ പേര് എഴുതുന്നതായിട്ടും തലയിൽ കിരീടം വെക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മറ്റ് സഭകളിലൊക്കെ അവർ ക്രിസ്തുവിനെ സ്നാനം ചെയ്യുമ്പം ചെയ്യുന്നുണ്ട്, ക്രിസ്തുവിനെ വാഗൊണ്ടേറ്റു പറയുന്നുണ്ട്. ഓരോ സഭയ്ക്കും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അവരവരുടേതായിട്ടുള്ള ചില നിയമങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഏതിൽ നീ വിശ്വസിക്കുന്നു അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ദൈവത്തിൻ്റെ സഭയുടെ അംഗമാകണമെങ്കിൽ നീ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കണം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എൻ്റെ ദൈവരാജ്യത്തിൽ ഒരവകാശവും ഇല്ല. അതുകൊണ്ടാണല്ലോ യേശു ക്രൂശ് മരണം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പം പത്രോസ് പറയുന്നുണ്ട്, അല്ല എൻ്റെ കാല് കഴുകരുത്. അപ്പം ക്രിസ്തു പറയുന്നു, അല്ല ഞാൻ നിൻ്റെ കാലുകൾ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് ഒരു കാര്യമില്ല.
അപ്പം പത്രോസ് വന്ന പിന്നെ എൻ്റെ തലയിൽ കൂടെ കഴുകിക്കാൻ പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞില്ല, വചനം കേട്ടതിനാൽ നീ ഓൾറെഡി കഴുകപ്പെട്ടതാണ്, ഇനിയും കാലും കൂടെ കഴുകിയാൽ മതി. അങ്ങനെ കാല് മാത്രമാണ് കഴുകിക്കൊള്ളു. അപ്പം നമ്മളെയൊക്കെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു വാങ്ങിച്ചു എങ്കിൽ നമ്മൾ സഭയിൽ, ദൈവത്തിൻ്റെ സഭയിൽപ്പെട്ട അംഗങ്ങളാണ്. അവർ നമ്മളെ ദൈവം വിളിക്കുന്നത് ആദ്യജാതന്മാർ. ദൈവത്തിൻ്റെ ആദ്യജാതൻ യേശു ക്രിസ്തുവാണ്. ആദ്യജാതനായ ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ആ പദവിയിലോട്ട് കയറുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, ഈ ദൈവം എല്ലാവരുടെയും ന്യായാധിപതി, ഹീ ഈസ് ദ ജഡ്ജ് ഫോർ എവ്രി ഹ്യൂമൻ ബീങ്, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലേക്ക് എത്രയേ നിങ്ങൾ. അപ്പം ഈ കർത്താവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ രക്തത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. നമ്മളെ തന്നെ ഇപ്പം നമ്മൾ കാണണം. ഈ രക്തം നമ്മുടെ തലയിൽ വീഴുന്നു, നമ്മുടെ നെഞ്ചിൽ വീഴുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് എൻ്റെ രക്തം മാറി കർത്താവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകുന്നു, നിറയുന്നു. ഇതിനകത്ത് ഒഴുകുന്ന രക്തം യേശുവിൻ്റെ രക്തമാണ്. കാരണം പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, സംസാരിച്ചപ്പോൾ അത് സംഭവിക്കുകയാണ്. ഹി സെഡ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ഞാനിപ്പോൾ വചനം പറയുമ്പോൾ അത് സംഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടു എങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് മുഴുവൻ ഓടുന്നത് ക്രിസ്തുവിൻ്റെ രക്തമായിരിക്കണം. പുതു സൃഷ്ടിയാകുമ്പോൾ അവൻ്റെ രക്തം നമ്മളിൽ വന്നു, അല്ലെങ്കിൽ അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് അവൻ്റെ അടുക്കലേക്ക്, കൃപാസനത്തിലേക്ക് ധൈര്യസമേതം ക്രിസ്തുവിൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് കടന്നുചെല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങൾ നിറച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം അനേക ഹൃദയങ്ങളിൽ, കർത്താവെ, അടച്ചു വച്ചിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഒരു തുള്ളി രക്തം വേണം. ഒരു തുള്ളി രക്തം, നിൻ്റെ ചൂട് രക്തം ഒരു തുള്ളി രക്തം വീഴുമ്പോൾ അവിടെ വ്യത്യാസം വരും. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഈ രക്തം ഒഴുകി ചെല്ലട്ടെ. ആദ്യമേ നമ്മുടെ തന്നെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, മക്കളുടെ, മരുമക്കളുടെ, കൊച്ചുമക്കളുടെ, കേൾക്കുന്ന ഓരോ കുടുംബത്തിലും കർത്താവേ നിൻ്റെ രക്തം ഒഴുകി ചെന്നിട്ട് നെഞ്ചിൽ നിന്ന് വീണ രക്തം ദാനമായിട്ട് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എടുത്ത് ഉപയോഗിക്കാൻ ഞങ്ങളുടെ നെറ്റുമേൽ ആ രക്തം കൊണ്ട് ചിഹ്നമിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സിരകളിൽ കൂടി ഓടുന്നത് നിൻ്റെ വിശുദ്ധ രക്തമാണ് എങ്കിൽ നിൻ്റെ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ നിന്നെ അറിയുവാൻ തക്കവണ്ണം സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ രക്തം ഇന്ന് മുതൽ സംസാരിക്കരുത്. ദ ബ്ലഡ് സ്പീക്സ്. കർത്താവേ, ഈ രക്തം സംസാരിക്കട്ടെ. ഈ രക്തത്തിന് ജീവനുണ്ടല്ലോ കർത്താവേ. മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ രക്തത്തിലാണെന്ന് പറഞ്ഞല്ലോ കർത്താവേ. അതിനാൽ ഈ രക്തം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കഴുകിക്കാട്ടെ. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇതാ ഞങ്ങൾ ധൈര്യസമേതം കാല് മുൻപോട്ട് വെക്കുകയാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് നാഥൻ ഞങ്ങളെ കൈക്ക് പിടിച്ച് പുതു നിയമത്തിൻ്റെ മക്കളാക്കി മാറ്റി തീർത്തതിന് നന്ദിയോടെ സ്തോത്രം. നാഥ, നീ ഞങ്ങളെ കൈക്ക് പിടിച്ച് നടത്തുന്നതിന് നന്ദി പറയുന്നു. നമ്മുടെ തലമുറകളുടെ മേൽ നിൻ്റെ ശാശ്വതമായ ഭുജം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഒരു ഇരുട്ടിന്, ഒരു ദുഷ്ടശക്തിക്ക് ഇതിൻ്റെ അടുക്കൽ വരാനൊക്കത്തില്ല. ഇത് വിശുദ്ധ രക്തമാണ്, കർത്താവിൻ്റെ രക്തമാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിനാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന പിച്ച. ഒരു ശത്രു ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടില്ല, നിൽക്കാനൊക്കത്തില്ല, ജയിക്കാനും ഒക്കത്തില്ല. അതാ നീ ക്രൂശ് മരണം ഏറ്റെടുത്ത് ഞങ്ങളെ വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു. ഞങ്ങളെ തലമുറകളുടെ ദൈവം എഴുന്നള്ളി വന്ന് ഞങ്ങളെ പിൻതലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളെയും തലമുറകളെയും വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.